കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് CPI മാർക്സിസ്റ്റ് തന്നെയാണ്. അത് സംഘടനാ കരുത്തിൻ്റെ അർത്ഥത്തിൽ, അതുപോലെ തന്നെ അംഗങ്ങളുടെ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനേക്കാൾ ലേശം കൂടുതൽ അടിത്തറയുള്ള കക്ഷിയാണ് CPM. ഒരുപക്ഷെ മുന്നണി രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി പാർട്ടികളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചാൽ CPMൻ്റെ സ്ഥാനാർത്ഥികളാവും ഒരുപക്ഷെ 140 അംഗ കേരള നിയമസഭയിൽ ഒറ്റയ്ക്ക് ഏറ്റവും അധികം നമ്പർ ലഭിക്കുന്നത്. ഒരുപക്ഷെ ഭൂരിപക്ഷം ലഭിക്കില്ലായിരിക്കാം, ഒറ്റയ്ക്ക് ഏറ്റവും അധികം നമ്പർ ലഭിക്കുന്നത്. അങ്ങനെ വളരെ പ്രാധാന്യമുള്ള പാർട്ടിയാണ്. 64-ലെ CPIയുടെ പിളർപ്പ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിനെ തുടർന്ന് ഉണ്ടായ CPM കേരളത്തിലും ബംഗാളിലും ശക്തി പ്രാപിക്കുകയും ഭരണത്തിലെത്തുകയും മുന്നണിയായി, ഒരിക്കലും ഒറ്റയ്ക്കല്ല മറിച്ച് മുന്നണിയായി ഭരണത്തിലെത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ CPMൻ്റെ 24ാമത്തെ പാർട്ടി കോൺഗ്രസ് വരികയാണ്. 2025 വർഷം മെയ് മാസം 2 മുതൽ 6 വരെ മധുരയിൽ വെച്ച് നടക്കുന്ന സംഘടനയുടെ ഏറ്റവും പരമോന്നത സമ്മേളനം അതാണല്ലോ പാർട്ടി കോൺഗ്രസ്. ആ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരുക്കങ്ങളിലാണ് കേരളവും മറ്റ് സംസ്ഥാനങ്ങളും. അപ്പോൾ കേരളത്തിൻ്റെ ഭരണമുന്നണിയിലെ പ്രധാന കക്ഷിയായ പിണറായി വിജയൻ്റെ കക്ഷിയായ CPMൻ്റെ ബ്രാഞ്ച് സമ്മേളനം സെപ്റ്റംബർ മാസം 1-ാം തീയതി തുടങ്ങി. ഈ ബ്രാഞ്ച് സമ്മേളനം സാധാരണ വിഭാഗീയതയൊക്കെയാണ് വിഷയം. ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ വിഷയമായി വരുന്ന മുൻകാലങ്ങളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ വന്നു, അച്ചടക്ക വിഷയങ്ങൾ വന്നു. ഇപ്രാവശ്യം കാര്യമായ വിഭാഗീയ പ്രശ്നങ്ങൾ പാർട്ടിയിലില്ല. അത് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ചില വിഭാഗീയ ചിന്തകളാണ്. ഒരുപക്ഷെ പിണറായി വിജയനെതിരെ ഒരു ഗ്രൂപ്പുണ്ട് എന്ന രീതിയിൽ ഒരു ചിന്ത മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ചർച്ചയായി വരാറുണ്ട്. അത് ഒരുപക്ഷെ ഒരു വൈകാരിക തലത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ അടിസ്ഥാനപരമായി CPM ഇന്ന് നേരിടുന്ന ഒരുപിടി വിഷയങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ, ബ്രാഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത ഘട്ടമാണ്. ആ ഘട്ടങ്ങളെല്ലാം കടന്നു വേണം ദേശീയ സമ്മേളനം മധുരയിലേക്ക് എത്താൻ. അപ്പോൾ ഈ സംഘടനാപരമായ ചട്ടക്കൂട് മനസ്സിലായെങ്കിൽ മാത്രമേ ഈ ചർച്ചകളുടെ യുക്തി നമുക്ക് മനസ്സിലാകൂ. ലോകത്തെല്ലായിടത്തുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നത് ഒരു സംഘടനാ തത്വം അനുസരിച്ചാണ്. ആ സംഘടനാ തത്വത്തിൻ്റെ പേരാണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം, ജനാധിപത്യ കേന്ദ്രീകൃത സംവിധാനം. അതായത് താഴെ തട്ടിലുള്ള സമിതികൾ, ഏറ്റവും താഴെ ഉള്ള സമിതി എന്ന് പറയുന്നത് ബ്രാഞ്ചുകളാണ്. ആ ബ്രാഞ്ചുകൾ അവരുടെ പ്രതിനിധികളെ അടുത്ത ലോക്കൽ കമ്മിറ്റികളിലേക്ക്, അടുത്ത ഘട്ടമായ അടുത്ത ലെവലായ ലോക്കൽ കമ്മിറ്റികളിലേക്ക് അയക്കും. ലോക്കൽ കമ്മിറ്റി അതിൻ്റെ പ്രതിനിധികളെ അടുത്ത ഘട്ടത്തിലേക്ക് അയക്കും. അപ്പം ഏരിയ കമ്മിറ്റിയിലേക്ക് അയക്കും. ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയിലേക്കും, ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയിലേക്കും, സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് അതിൻ്റെ പ്രതിനിധികളെ ദേശീയ കമ്മിറ്റിയിലേക്കും നാഷണൽ കമ്മിറ്റിയിലേക്കും അയക്കും. ആ കമ്മിറ്റിയാണ് പരമോന്നത ബോഡി. ആ കമ്മിറ്റിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരുപക്ഷെ ആ കമ്മിറ്റി ചുമതലപ്പെടുത്തുന്ന പോളിറ്റ് ബ്യൂറോ ആണ്. എപ്പോഴും നാഷണൽ കമ്മിറ്റി, ദേശീയ തലത്തിലുള്ള കമ്മിറ്റിക്ക് പ്രവർത്തിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് പോളിറ്റ് ബ്യൂറോ ആയിരിക്കും നിൽക്കുന്ന ആ നാഷണൽ കമ്മിറ്റി ഒരു ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. ജനറൽ സെക്രട്ടറിയാണ് പരമോന്നത നേതാവ്. അപ്പോൾ പാർട്ടിയുടെ ഘടന അങ്ങനെയാണ്. അപ്പോൾ ജനാധിപത്യ കേന്ദ്രീകൃത സംവിധാനത്തിൽ താഴെ ഘടകങ്ങൾ മേൽഘടകങ്ങളെ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ മേൽഘടകങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് താഴെ തട്ടിലേക്ക് എത്തണം, ഒരു ശ്രേണിയായി അതെത്തണം. അവിടെ ചോദ്യങ്ങളുണ്ടാകും, താഴെ തട്ടിൽ കൂലങ്കഷമായ ചർച്ചകളുണ്ടാകും, വിമർശനങ്ങളുണ്ടാകും. ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ചാരുത എന്ന് പറയുന്നത് ശക്തമായ വിമർശനങ്ങളാണ്. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയിലും ജനാധിപത്യ പാർട്ടികളിലും ഒന്നുമില്ലാത്ത ഒരു തരം വിമർശനാത്മകമായ സംവിധാനമാണ് കേഡർ പാർട്ടിയായി അറിയപ്പെടുന്ന, കേഡർ സംഘടനാ സംവിധാനമുള്ള CPMലും CPIയിലും RSPയിലും ഒക്കെ സംഭവിക്കുന്നത്. ഇത് കറക്റ്റ് കമ്മ്യൂണിസ്റ്റ് രീതിയാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റ് രീതികളും പലപ്പോഴും സമന്വയിച്ചു വരില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് രീതികൾ മാത്രമാണ് എങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാനാവില്ല. കാരണം വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കണം എന്നാണല്ലോ കാൾ മാർക്സും ലെനിനും ഒക്കെ പറഞ്ഞത്. ആ ഒരു തത്വം മാറ്റി നിർത്തി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ബാലറ്റ് ബോക്സിലൂടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ, സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ ജനഹിതം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം. പക്ഷേ അവിടെയും പാർട്ടിക്ക് പ്രാധാന്യമുണ്ട്.
അങ്ങനെ ഇപ്പോഴത്തെ 24ാമത്തെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സെപ്റ്റംബറിൽ തുടങ്ങിയ ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ പ്രധാന ചിന്താ വിഷയം എന്താണ് എന്നതാണ്. നോക്കൂ, അൻവർ കുടത്തിൽ നിന്നും തുറന്നുവിട്ട വലിയൊരു ഭൂതമുണ്ട്. അത് അഴിമതിയെക്കുറിച്ചും സ്വജനപക്ഷപാതത്തെക്കുറിച്ചും പോലീസിലെ പുഴുക്കുത്തുകളെക്കുറിച്ചും എല്ലാം അൻവർ പറഞ്ഞ കാര്യങ്ങൾ അത് പൂർണ്ണമായി നിഷേധിക്കാനോ ഉൾക്കൊള്ളാനോ പാർട്ടിക്ക് കഴിയാത്ത ഒരവസ്ഥയിലാണ്. കാരണം ആരോപണം പാർട്ടിയുടെ വളരെ സമുന്നതരായ നേതാക്കൾക്കെതിരെ വരെ നീളുന്നു. അത് മാത്രമല്ല, പാർട്ടിയുടെ നോമിനിയായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് എത്തിയ പി ശശിക്ക് നേരെ വരെ അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കണമോ, അതോ പാർട്ടി തലത്തിലുള്ള അന്വേഷണം വേണോ, അതോ ഗവൺമെൻറ് അന്വേഷണം വേണമോ എന്ന രീതിയിലേക്കാണ് ചർച്ചകൾ. അവസാനം തീരുമാനമായത് അൻവർ മുഖ്യമന്ത്രിയെയും പാർട്ടി ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെയും കണ്ടു, സംസാരിച്ചു. ഗോവിന്ദൻ മാസ്റ്റർ ഏതാണ്ട് കൈയൊഴിഞ്ഞു. പാർട്ടിയുടെ കാര്യമല്ല, പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിനുവേണ്ടി ഉന്നത അധികാര സമിതിയെ, DGPയുടെ നേതൃത്വത്തിൽ ഉന്നത അധികാര സമിതിയെ ചുമതലപ്പെടുത്തി ആ അന്വേഷണത്തിൽ പാർട്ടി ഇടപെടില്ല എന്ന നയത്തിലാണ് MV ഗോവിന്ദൻ. അപ്പോൾ പാർട്ടിയുടെ വളരെ പ്രാഥമികമായ ബോട്ടം ലെവൽ ജില്ലാ കമ്മിറ്റിക്കും താഴെയുള്ള ഏരിയ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഒക്കെയുള്ള സംസാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ചലനങ്ങൾ, വ്യതിയാനങ്ങളെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് ഒരുപക്ഷെ ഏറ്റവും സരസമായി സംസാരിച്ചത് LDFിൻ്റെ കൺവീനറായി ഇപ്പോൾ പുറത്തുപോയ EP ജയരാജൻ സഖാവാണ്. EP ജയരാജൻ ഭംഗ്യാന്തരേണ ഒരു 10 പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ഇപ്പോൾ ചായയും പരിപ്പോടയും മാത്രം കഴിച്ച് തീർക്കാനുള്ളതല്ല. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി എന്ന് പറയുന്ന മുൻകാലങ്ങളിൽ EMSO, AK ഗോപാലനോ അവർക്കെല്ലാം നല്ല സാമ്പത്തിക അടിത്തറയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. EK നയനാർ ആകട്ടെ, അതുപോലെ VS അച്യുതാനന്ദൻ്റെ കാലം വരെ പുലർത്തിയിരുന്ന ലാളിത്യവും എളിമയും നഷ്ടപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് നഷ്ടപ്പെടുന്നു. പ്രവർത്തകരുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നു. കാര്യമായ സമൂലമായ ഒരു വ്യതിയാനമാണ് കമ്മ്യൂണിസ്റ്റ് രീതികളിൽ സംഭവിക്കുന്നത്. വർഗ ബഹുജന പാർട്ടിയായി അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, പ്രത്യേകിച്ച് CPMൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കടന്നു വരുന്നത് ആകാംക്ഷയോടെ മാത്രമേ പാർട്ടി എന്ന സംവിധാനത്തിന് കാണാനാവൂ. അതുകൊണ്ട് ശക്തമായ നേതാക്കളുടെ ശൈലിയെക്കുറിച്ച്, പ്രവർത്തകരുടെ ആർഭാടപൂർവമായ ജീവിതത്തെക്കുറിച്ച് അതിശക്തമായ വിമർശനങ്ങൾ താഴെത്തട്ടിലുണ്ട് എന്നതും അത് പറയാനുള്ള അവസരമുണ്ട് എന്നതുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ മേന്മ. അത് CPMൽ ആവോളമുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തലിനെക്കുറിച്ച് പറയുകയും എന്നാൽ കാര്യം വരുമ്പോൾ പഴയ രീതികളിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്ന ഒരു അപശകുനം അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാലാകാലങ്ങളിലുണ്ട്. അപ്പോൾ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സ്ഥാനം പിടിക്കുന്ന ഒരുപാട് ദല്ലാൾമാരുണ്ട്. ഈ ദല്ലാൾമാർ, അവരെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പറഞ്ഞത്, ഞാൻ അവതാരങ്ങളെ മാറ്റി നിർത്തും. പക്ഷേ ഈ അവതാരങ്ങൾ ADGPയുടെ രൂപത്തിലും SP-യുടെ രൂപത്തിലും അല്ലെങ്കിൽ ചില ലോക്കൽ നേതാക്കളുടെ രൂപത്തിലും ഒക്കെ അവതരിക്കുന്നത് കാലാകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു പ്രവണത കാര്യമായി സംസാരിക്കാനുള്ള സാധ്യത കാണുന്നു. ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതലുള്ള ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളും ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളിലും എല്ലാം ഇത് സംസാരിക്കും. അപ്പോൾ സെപ്റ്റംബർ മാസം തുടങ്ങിയ ചർച്ചകൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 2025 കഴിഞ്ഞ് ഫെബ്രുവരി മാസം കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ CPMൻ്റെ കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. ഈ ചർച്ചകളിലെല്ലാം ആകത്തുക അവിടെ അപഗ്രഥിക്കും. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് CPM ഇന്ന് വ്യത്യസ്തമായ ഒരു ട്രാക്കിലാണോ? ഇന്ന് കേരളത്തിൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമുണ്ട് എങ്കിൽ നിക്ഷേപകർക്ക് വരാൻ കഴിയുന്നത് CPMൻ്റെ കൂടെ തണലിലാണ്. CPMനെയും CPMൻ്റെ തൊഴിലാളി വിഭാഗത്തെയും വിദ്യാർത്ഥി വിഭാഗത്തെയും ഒക്കെ വെറുപ്പിച്ചുകൊണ്ട് ഒരു വ്യവസായിക്കും കേരളത്തിൽ മുതൽ മുടക്കാനാവില്ല എന്നതാണ് സത്യം. അതുകൊണ്ടൊരു ട്രേഡ് യൂണിയൻ മുഷ്ക് അല്ലെങ്കിൽ സംഘടനാ കരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായികളെ വരച്ച വരയിൽ നിർത്തുന്നു. നമുക്കറിയാം, ഈ കിറ്റക്സിൻ്റെ മുതലാളി സാബു ജേക്കബ് ഒക്കെ നാടുവിട്ട് പോകാനും ഹൈദരാബാദിൽ അവരുടെ ആസ്ഥാനം ഉറപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയതും അത് ഭാഗികമായി വിജയിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ CPMൻ്റെ രീതികളിൽ വന്ന വ്യത്യാസം,
അത് തീർച്ചയായും ആശങ്ക ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന പാർട്ടിയാണ് CPM. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു രീതിയുണ്ട്, ഒരു മാസ് പാർട്ടിയാണ്. അതിനകത്ത് കുറച്ച് അഴിമതി ഉണ്ടാകും, സ്വജനപക്ഷപാതം ഉണ്ടാകും, ചിലപ്പോൾ കാര്യങ്ങൾക്കൊരു നടപ്പുവശം ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ നേതാക്കളെ മുന്നിൽ നിർത്തി ആവേശോജ്വലമായ സ്വീകരണവും റാലികളും ഒക്കെ നടത്തി അന്നേരം ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ വൈബ് മുതലാക്കിക്കൊണ്ട് വോട്ടുകൾ സമാഹരിക്കുന്ന ഒരു രീതിയാണ്. പാർലമെൻറ്റ് ഇലക്ഷനിൽ എപ്പോഴും അത് വിജയിക്കാറുമുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്കൽ ബോഡി, പഞ്ചായത്ത്, നഗരസഭ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അത് പലപ്പോഴും സാധിക്കാറില്ല. അവിടെ പലപ്പോഴും ലോക്കൽ ഇഷ്യൂവിനാണ് പ്രാധാന്യം. ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ് പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടുത്ത കാലത്തായി കുറച്ചു കാലമായി വളർന്നു വരുന്ന പ്രവർത്തകരുടെ ധാർഷ്ട്യം. അപ്പോൾ അവർ അപ്രോച്ചബിൾ ആണോ? പ്രവർത്തകരും നേതാക്കളും സാധാരണ ജനങ്ങൾക്ക് അപ്രോച്ചബിൾ ആണോ? ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു പാർട്ടി പ്രവർത്തനം അനുസരിച്ച് നോക്കുമ്പോൾ അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും എല്ലാം തന്നെ മരണവീടുകളിലും വിവാഹവേദികളിലും ചടങ്ങുകളിലും എല്ലാം ജനജീവിതത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ തോളത്തൊന്ന് തട്ടി അവരെ ഒന്ന് സമാശ്വസിപ്പിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു തരം പ്രവർത്തനം. അമേരിക്കയിലൊന്നും അത് ഒട്ടും പരിചിതമായ ഒരു രീതിയല്ല. അമേരിക്കയിലും യൂറോപ്യൻ സമൂഹത്തിലെയും ഒക്കെ ജനാധിപത്യ ക്രമങ്ങളിൽ ഒട്ടും ശീലമില്ലാത്തതും ഇന്ത്യയിൽ അനിവാര്യമായതുമായ ആ ശീലത്തിൽ നിന്നും ഒരു പരിധിവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിപ്പോകുന്നുണ്ടോ? അവർ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ടാകാം, പക്ഷേ അവർക്ക് ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നതായി വ്യാപകമായി ആരോപണമുണ്ട്. അതൊന്ന്. രണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾക്ക് വെൽത്ത് ഒരു ദൗർബല്യമായി, ധനം അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ വലിയ തോതിലെ വസ്തുവകകൾ ഒരു ദൗർബല്യമായി മാറുന്നു. റിയൽ എസ്റ്റേറ്റ് ലോബികളുമായി ഉള്ള ബന്ധം, അതുമാത്രമല്ല വൻ വ്യവസായികളുമായുള്ള ബന്ധം, അതിൽ തന്നെ ചില ലോക്കൽ നേതാക്കൾ ഇടനില നിൽക്കുന്നതായ ആരോപണങ്ങൾ, ഇതെല്ലാം തന്നെ പുഴുക്കുത്തുകളായി അൻവർ ചൂണ്ടിക്കാണിച്ചതുപോലെ പോലീസ് സേനയിലെ ചില അംഗങ്ങളുമായുള്ള പാർട്ടിയുടെ ബന്ധം, അത് മുഖ്യമന്ത്രി മുതൽ താഴേക്കുള്ള പലരുടെയും ബന്ധം, ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടിയുടെ അടിസ്ഥാനപരമായ രീതികളിൽ നിന്നും അടിസ്ഥാന വർഗ സ്വഭാവത്തിൽ നിന്നും പാർട്ടി വ്യതിചലിച്ചിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ പൊതുവെ മാറുന്ന ഒരു ചിത്രം, കേരളത്തിൻ്റെ ഒരു വ്യവസ്ഥ തന്നെ മാറുകയാണ്, ഒരു സാമൂഹ്യ വ്യവസ്ഥ തന്നെ മാറുകയാണ്. ഒരുപാട് അൺഎയ്ഡഡ് സ്കൂൾ പ്രോഡക്ട്സ് വരുന്നു. അതുമാത്രമല്ല കേരളത്തിൽ നിന്നും പുറത്തേക്കങ്ങ് പോകണം എന്ന ചിന്തയുള്ള ഒരുപാട് പേര് വരുന്നു. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയത്തിലും ഇവിടുത്തെ സംഘടനാ പ്രവർത്തനത്തിലും ഒന്നും ശ്രദ്ധിക്കാത്തൊരു വിഭാഗം, പിന്നെ SFIയിലൂടെയും മറ്റ് ബഹുജന സംഘടനകളിലൂടെയും ഒക്കെ വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് അവർ പൊളിറ്റിക്കൽ ക്ലാസ് എന്ന നിലയിൽ അവർ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നു, പാർട്ടി അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നു, അവരെ ചില സമിതികളിൽ അല്ല എങ്കിൽ ചില കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ അനുവദിക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉപയോഗിച്ച് ഇനി പിൻവാതിൽ നിയമനങ്ങളിലൂടെ തന്നെ ചില ആളുകളെ, പാർട്ടി അനുഭാവികളെയും കുടുംബാംഗങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും ഒക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം. ഇതൊരു കോർപ്പറേറ്റ് ശൈലി വന്നിരിക്കുന്നു, ഒരു പാർട്ടിയുടെ കോർപ്പറേറ്റ് വൽക്കരണം. അത് മാത്രമല്ല വലിയ മുതലാളിമാരിൽ നിന്നും പണം സ്വീകരിക്കുന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുൻകാലത്തില്ലായിരുന്നു. ബക്കറ്റ് പിരിവ്, ചെറിയ തോതിലുള്ള അടിസ്ഥാന ക്രൗഡ് ഫണ്ടിങ്, ഈ രീതികളിൽ നിന്നും മാറ്റം വരുന്നു. ഇതെല്ലാം തന്നെ ഒരുപക്ഷെ ഈ ദിനങ്ങളിൽ, ഇനി വരുന്ന ദിനങ്ങളിൽ, ഒരുപക്ഷെ ഇനി വരുന്ന 6 മാസം കൂലംകക്ഷമായി പാർട്ടിക്കുള്ളിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അതെന്താണ് പൊതുസമൂഹത്തിൻ്റെ അതിന് പ്രസക്തി എന്ന് പറഞ്ഞാൽ, ഭരണകൂടത്തിൻ്റെ ദിശാബോധം നിർണ്ണയിക്കുന്നത് പാർട്ടി തന്നെയാണ്. CPM ആണ് അധികാരത്തിലെന്ന് പറയാനാവില്ല, LDF ആണ് അധികാരത്തിൽ. പക്ഷേ CPMൻ്റെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ CPMൻ്റെ അടിസ്ഥാനപരമായ രീതികൾ തീർച്ചയായും ജനജീവിതത്തെ, കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനെ ബാധിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് പാർട്ടി എപ്പോഴും തിരുത്തുമെന്ന് പറയുന്നത് തിരുത്താനുള്ള ആർജവം കാട്ടുമോ? അൻവർ പറഞ്ഞത് പൂർണ്ണമായി അംഗീകരിക്കാനാവില്ല എങ്കിലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചുകൂടി ജനസൗഹൃദമായി അധികാരത്തിൻ്റെ ഹുങ്കും അധികാരത്തിൻ്റെ ധാർഷ്ട്യവും പോലീസിനെ ഉപയോഗിച്ച് എല്ലാ നടത്തികളെയും അല്ലെ പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് വിതിൻ കൊട്ടേഷൻ രക്ഷാപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാം എന്ന ചിന്ത ജനാധിപത്യ കേരളത്തിന് അഭിലഷണീയമല്ല എന്നതുകൊണ്ട് എങ്ങനെയാണ് പാർട്ടി സമ്മേളനങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന ചർച്ചകൾ കേരളത്തിൻ്റെ ഭരണകൂടത്തിന് എന്തുതരം ദിശാബോധമാണ് നൽകുന്നതെന്ന് കേരള മക്കൾ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നു.